ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു പാലപ്പത്തിൻ്റെ അല്ലെങ്കിൽ വെള്ളപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത് കാണിക്കുന്നത്. തേങ്ങാപ്പാലിൻ്റെ കൂടെയോ അല്ലെ ചിക്കൻ കറിയോ അല്ലെ വെജിറ്റബിൾ കറിയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റും കേട്ടോ. അത് ആദ്യം തന്നെ നമുക്ക് ആവശ്യമുള്ള അത്രയും പച്ചരി എടുത്തിട്ട് നന്നായിട്ട് കഴുകി ഒരു പാത്രത്തിലിട്ടുക. അതിലേക്ക് ഇതാ കുറച്ച് തേങ്ങ, ഒരു മുറിൻ്റെ പകുതി തേങ്ങ കേട്ടോ, കുറച്ച് അരി ആയതുകൊണ്ട് എടുത്തിട്ടുള്ളത്. പിന്നെ അതാ അതിലേക്ക് ഒരു കയ്യിൽ ചോറ്, പിന്നെ അതാ ഒരു ചെറിയൊരു ടീസ്പൂൺ അളവിലുള്ള പഞ്ചസാര, പിന്നെ അതാ ഈ ഒരു ഈസ്റ്റാണ് കേട്ടോ. ഈ ഒരു ചെറിയൊരു ഡപ്പിയിൽ കിട്ടും, 10 രൂപയാണ് കേട്ടോ. അപ്പോൾ അത് എടുത്തിട്ട് ഇതേപോലെ ചെറിയൊരു ടീസ്പൂണിൽ 1/2 ടീസ്പൂണാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാടായി പോണ്ട, വല്ലാത്തൊരു സ്മെല്ലുണ്ടാവും. പിന്നെ അതിലേക്ക് ഞാൻ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങാവെള്ളമാണ് കേട്ടോ ചേർക്കുന്നത്. തേങ്ങാവെള്ളം ചേർക്കണം എന്നൊന്നുമില്ല, ഞാനെന്നാലും ഉള്ളതുകൊണ്ട് ചേർത്ത് കൊടുത്തതാണ്. അപ്പോൾ വേറെ സാധാരണ പച്ചവെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടി ആകുമ്പോൾ ഒരുപാടായി പോകരുത് കേട്ടോ. പിന്നെ അതെല്ലാം കൂടി ഒരു കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എല്ലാം പഞ്ചസാരയും ഈസ്റ്റും ചോറും തേങ്ങയും എല്ലാം ഒന്ന് മിക്സായി വരണം. പിന്നെ അതിൻ്റെ മേലേക്ക് ആ ഒരു അരി ഉണ്ടല്ലോ നമ്മളിട്ട് കൊടുത്ത അത് നികക്കയാണ് കേട്ടോ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത്, അതിൻ്റെ പാകത്തിന്. എല്ലാം ഒരുപാടായി പോകരുതേ. ഇതിപ്പോൾ ഞാൻ തലേന്ന് രാത്രിയാണ് റെഡിയാക്കി വെക്കുന്നത്. ഇതേപോലെ ആക്കി അടച്ച് വെച്ചിട്ട് പിറ്റേന്ന് രാവിലെ അരച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിറ്റേന്ന് രാവിലത്തെ ഒരു അവസ്ഥയാണ് കേട്ടോ അത്. എല്ലാം നല്ല രീതിയിൽ സെറ്റായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ മിക്സിൻ്റെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് കയ്യിൽ വെച്ച് ഇളക്കി കൊടുത്ത് മൂടി വെച്ചിട്ട് കറക്റ്റ് 1 മണിക്കൂറിന് ശേഷം നമുക്ക് ചുട്ടു തുടങ്ങാവുന്നതാണ്. ഇന്നിപ്പോൾ ഞാൻ മുട്ട ബുർജിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് പാലപ്പത്തിലേക്ക്. പിന്നെ അത് തലേന്ന് രാത്രി സെറ്റാക്കി വെക്കണമെന്നൊന്നുമില്ല, അരി മാത്രം കുതിർത്ത് വെച്ചാൽ മതി. പിറ്റേന്ന് രാവിലെ നമ്മൾ എണീറ്റ പാടെ തന്നെ അതിലേക്ക് തേങ്ങയും ഈസ്റ്റും പഞ്ചസാരയും ഒക്കെ കൂടി ഇട്ടതിന് ശേഷം ഒന്ന് നല്ലോണം മിക്സിയിൽ അരച്ചിട്ട് 1 മണിക്കൂർ വെച്ചിട്ട് അരച്ചെടുത്താലും മതി കേട്ടോ. അല്ലെങ്കിൽ നമ്മളിപ്പോൾ നേരത്തെ ചെയ്ത് വെച്ചത് തലേന്ന് രാത്രി തന്നെ നന്നായി അരച്ചിട്ട് എടുത്ത് വെച്ച് പിറ്റേന്ന് രാവിലെ ചുട്ടെടുത്താലും മതിയാവും. ഇൻസ്റ്റൻ്റായിട്ട് വേണമെങ്കിൽ ഇതേപോലെ നമ്മളിപ്പോൾ ചെയ്ത പോലെ ചെയ്യുകയും ചെയ്യാം, മറ്റേ രീതിയിലും ചെയ്യട്ടോ, നിങ്ങൾ താല്പര്യം പോലെ ചെയ്തെടുത്താൽ മതി. പിന്നെ ഈ ഒരു ചീനച്ചട്ടി കുറേ വർഷങ്ങൾ 10-25 വർഷമായിട്ട് എൻ്റെ കയ്യിൽ ഇതുണ്ട്. അപ്പോൾ ഇത് ഈ പാലപ്പം അല്ലെങ്കിൽ വെള്ളപ്പം ചുടുന്ന ആ ഒരു ചട്ടി തന്നെയാണ്, വേറെ ഒന്നിനും ഞാനത് ഉപയോഗിക്കാറില്ല. പിന്നെ അതിലേക്ക് കുറച്ച് ഓയിലൊക്കെ ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ മാവ് കുറേശ്ശെ ഒഴിച്ച് കൊടുത്ത് ചുറ്റിച്ചിട്ട് ഇതേപോലെ മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക. എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്, എന്നാലും ഒന്ന് പറഞ്ഞെന്ന് മാത്രം. നല്ല രീതിയിൽ തന്നെ നല്ല ടേസ്റ്റുള്ളൊരു പാലപ്പം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറേ ആയിട്ട് ഒരു 1-2 വർഷത്തിൽ മേലായിട്ട് ഈ രീതിയിൽ തന്നെയാണ് ഉണ്ടാക്കി എടുക്കൽ. പിന്നെ ഇത് ഞാൻ മുമ്പ് യൂട്യൂബിൽ ഇട്ടതാണ്, നല്ല വൈറലായിട്ട് നല്ല വ്യൂസ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഇൻസ്റ്റയിലേക്കും ഫേസ്ബുക്കിലേക്കും കൂടി വേണ്ടിയിട്ട് ഇട്ടതാണ്. അപ്പോൾ പിന്നെ ഞാൻ ഇവിടെ ഒന്ന് പോസ്റ്റ് ചെയ്തതെന്ന് മാത്രം, താല്പര്യമുള്ളവർക്ക് കാണാം കേട്ടോ.